അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. ആ ഒരു ക്വിസ് മത്സരം നടക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാനലിലാണ്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ചാനൽ പ്രവേശിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിലായിരിക്കും മത്സരമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുക. ഇപ്പോൾ തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരും മത്സരത്തിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നെട്ട് ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രം ആയത് ഏതു പേരിലാണ്? ഉത്തരം ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം എ വിൻസെൻ്റ്. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം കുതിരവട്ടം പപ്പു. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1981. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം എന്നായിരുന്നു? ഉത്തരം 1970. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ രചിച്ച സമുദ്രശില. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? കൂട്ടുകാർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് പറയുന്ന പ്രയോഗമൊക്കെ കൂട്ടുകാർ പാഠപുസ്തകങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഉത്തരം ഭാർഗവീ നിലയം 1964, ബാല്യകാലസഖി 1967. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ എന്ന തൂലികാനാമത്തിൽ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നുള്ളതാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? ഉത്തരം കൽപ്പറ്റ നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ പുരസ്കാരം 1982 ലഭിച്ചത്. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റൊണാൾഡ് E. ആഷർ. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരായിരുന്നു? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന
ചെറുകഥ ഏതാണ്? ഉത്തരം അനർഘ നിമിഷം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബഷീറിൻ്റെ ഇടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം ഫാബി ബഷീർ. ഇത് ബഷീറിൻ്റെ ഭാര്യയുടെ പേരാണ്, ഫാത്തിമ ബീവി എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. വിരൂപയായ നായികയും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനുമുള്ള ബഷീർ എഴുതിയ കഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തങ്കം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് ആരായിരുന്നു? ഉത്തരം MK സാനു. മണ്ടൻ മൂത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ബഷീറിനെ കുറിച്ച് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം MA റഹ്മാൻ. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം മതിലുകൾ. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകാൻ ആഗ്രഹിച്ച പേര് എന്താണ്? ഉത്തരം ആകാശമിഠായി. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം റൊണാൾഡ് E. ആഷർ. ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരായിരുന്നു? ഉത്തരം MP പോൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ക്വിസ് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. സെക്കൻഡ് ചാനൽ ബന്ധപ്പെട്ട് നടത്തുന്ന വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.